Good afternoon, all. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Okay, good afternoon. So, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? നോക്കിയിരുന്നോ? മെഡിക്കൽ റെക്കോർഡിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അവിടെ ഒരു റെഫറൽ ഓഫ് പേഷ്യൻസ് അതിനൊരു നമുക്കൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യാനുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Referral of patients, അല്ലെ അവിടെ ഒരു നോക്കാം. എന്താണ്? 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient. By the third copy should be retained by the referring health center or clinic. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു ഹെൽത്ത് സെന്ററിലൊക്കെ നമ്മൾ ശുശ്രൂഷ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഇതിനും കൂടി നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ അയക്കും, അല്ലെ? ഇൻ കേസ് അവിടെ ഫെസിലിറ്റീസ് കുറവുണ്ടായത് തീർച്ചയായിട്ടും എന്താണ് അവിടെ അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ കോപ്പികൾ, അല്ലെ? ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലെറ്റർ തയ്യാറാക്കാൻ, റഫറൽ ലെറ്റർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവരുടെ ആ ഒരു ബേസിക്കലി ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നു കഴിഞ്ഞപ്പോഴുണ്ടായിരുന്ന സ്ഥിതിവിശേഷങ്ങൾ, അല്ലെ? അപ്പൊ അതിന്റെ ഒരു കോപ്പി തീർച്ചയായിട്ടും ആ ഒരു ഹെൽത്ത് സെന്ററിൽ തന്നെ കീപ്പ് ചെയ്യണം. മറ്റ് 2 കോപ്പികൾ ഇവരോടൊപ്പം തന്നെ കൊടുത്തേക്കണം. തീർച്ചയായിട്ടും നെക്സ്റ്റ് 2 സെന്റൻസിൽ അതായത് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ദ ഫസ്റ്റ് കോപ്പി ഷുഡ് ബി പാസ്ഡ് ഓൺ ദ ഹെൽത്ത് സെന്റർ or hospital as a feedback information and the second copy should be retained in the hospital. അതായത് വീണ്ടും നമുക്കറിയാം, നമ്മളെ ഏത് ഹോസ്പിറ്റലിലേക്കാണോ ട്രീറ്റ്മെന്റിന് അയച്ചേക്കുന്നത് ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് ശേഷം, അല്ലെ, അവിടുത്തെ ഫീഡ്ബാക്കും കാര്യങ്ങൾക്ക് ശേഷം അത് തിരിച്ചയക്കണം ഏത് നമ്മുടെ ഹെൽത്ത് സെന്ററിലേക്ക്. നിലവിലുള്ള ഹോസ്പിറ്റലിൽ ഒരു കോപ്പി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് അവിടെ എടുത്തു പറയുന്നത്. റെക്കോർഡിക്കലി ആയിട്ടുള്ള ഒരു എവിഡൻസ് എന്ന നിലവില് ആ ഒരു കോപ്പികൾ സ്വീകരിക്കേണ്ട ദിനത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? കേളോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ അടുത്ത ഒരു ഭാഗം പറഞ്ഞിരുന്നു, അതായത് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സിനെ കുറിച്ചിട്ടുള്ള കാര്യം. ഇല്ലേ, അത് ജസ്റ്റ് ഡിവൈസ് ചെയ്തില്ലേ? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്, the names of all outpatient clinics, the names of the clinic chiefs in the hospital should be revealed in the main entrance of the outpatient department and in each clinic. അതായത് നമുക്കറിയാം, അല്ലെ, അവരുടെ നെയിം, അല്ലെ, ചീഫ് കൺസൾട്ടന്റ് ആരാണ് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് തന്നെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് ഇപ്പോ വലിയ ഹോസ്പിറ്റലൈസിലൊക്കെ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ ഡിജിറ്റലൈസ് ചെയ്യും. അതേമാതിരി തന്നെ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് പിക്ചറോട് കൂടിയിട്ട് അവരുടെ ആ ഒരു എന്താണ് പോസ്റ്റ്, അല്ലെ, അവരുടെ ആ ഒരു യോഗ്യത എന്താണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അവിടെ കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് ആണ്, അല്ലെ? അത് മുതലല്ലേ നോക്കേണ്ടത്? ഓക്കെ, നമുക്ക് നോക്കാം ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസുമായിട്ട് ഒരു വ്യക്തി, അല്ലെ, ഏതെങ്കിലും ആക്സിഡന്റ് കേസുകളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഓഫ് ദ 3 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോംസ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഓഫ് ദ 3 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോംസ്. ദ ഫസ്റ്റ് കോപ്പി ഈസ് കെപ്റ്റ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ദ സെക്കൻഡ് കോപ്പി ഈസ് പ്രസന്റഡ് ബൈ ദ പേഷ്യന്റ് ഇൻ ദ pharmacy to get medication and the third copy is kept by the patient. അതായത് നമുക്കറിയാം, ഇവിടെയും ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി കേസ് ആയിട്ട് വരുമ്പോഴും 3 കോപ്പിയാണ് അവിടെ ഫോർമാറ്റിൽ വരുന്നത്.
അതിലെ ഫസ്റ്റ് കോപ്പി തീർച്ചയായിട്ടും എന്താണ് ആ എമർജൻസി വിഭാഗത്തിൽ തന്നെ, അതായത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി വിഭാഗത്തിൽ തന്നെ അത് കീപ്പ് ചെയ്യുന്നു. മറ്റു 2 കോപ്പികളിൽ ഒരു കോപ്പി എന്താണ് മെഡിക്കൽ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാർമസിയിൽ അവൈലബിൾ ആക്കുന്നു. ഒരു കോപ്പി പേഷ്യന്റിനോടൊപ്പം തന്നെ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കറിയാം എമർജൻസി സർവീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ മെഡിസിൻസ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജിയർ അവിടെ നടപ്പാക്കുന്നത്. Then the second and the third copies become part of the main patient file if it's a patient is admitted. Okay, നിങ്ങൾ തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. Okay, നോക്കാം. The second and third copies become a part of the main patient file if this patient is admitted to either an outpatient or an inpatient service. അതായത് ഒരു പേഷ്യന്റ് ഇൻ കേസ് ചിലപ്പോൾ അഡ്മിഷന് വരാം, ചിലപ്പോൾ ഔട്ട് പേഷ്യന്റ് ആയിട്ട് ചിലപ്പോൾ ആണെങ്കിൽ എമർജൻസി ആയിട്ട് കൊണ്ടുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എനിവേ എന്തായാലും ഇത് രീതിയിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇൻപേഷ്യന്റ് ആണ് എങ്കിലും അവരെന്താണ് ഈ 2 കോപ്പികളും അവരുടെ ആ പേഷ്യന്റ് ഫയലിനോടൊപ്പം തന്നെ കീപ്പ് ചെയ്യേണ്ടതാണ്. The first copy is retained in the casualty department. ഫസ്റ്റ് കോപ്പി ആ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിലനിർത്തി വെക്കേണ്ടതുമാണ്. ഓക്കെ, ഇനി അതായത് ചിലപ്പോൾ വേണമെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ട് തിരിച്ചു പോകാം, അതല്ല എങ്കിൽ ഇൻപേഷ്യന്റ് ആയിട്ട് വേണമെങ്കിൽ അഡ്മിഷന് വരാം. എങ്കിൽ കൂടി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ ആ ഒരു ഇന്ന സമയത്ത് ആരോഗ്യം വന്നു അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തീർച്ചയായിട്ടും കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ സേവ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം തന്നെ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് സേവ് ചെയ്തല്ലേ പോകേണ്ടതായിട്ട് വരും. ആ കാലഘട്ടങ്ങളിലാണെങ്കിൽ അത് കീപ്പ് ചെയ്യേണ്ടതാണ്. എന്താണ് ആ ഒരു ഫയലിൽ തന്നെ കീപ്പ് ചെയ്യേണ്ടതാണ്. എന്താണ് ഇവിടെ പറയുന്നത്, ഇഫ് എ പേഷ്യന്റ് ഹാസ് യൂണിറ്റ് റെക്കോർഡ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ want to inspect the medical record department should pass on the record to him. അതായത് ഇൻ കേസ് ചിലപ്പോ ആണെങ്കിൽ ഈ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടൊക്കെ ഒരു കാഷ്വാലിറ്റിയിൽ വരികയാണെങ്കിൽ അത് അതിന്റെ തന്നെ നിയുക്തമായിട്ടുള്ള പേഴ്സൺ അല്ലെ, നല്ല കൃത്യമായിട്ടുള്ള ഇതിനോട് കൂടിയ ചേർന്ന പേഴ്സൺ ആണെങ്കിൽ ഇൻസ്പെക്ഷന് വരിക അല്ലെ. അപ്പൊ അവര് ഏതെങ്കിലും കാര്യം വെച്ചാല് ഇന്ന ദിവസത്തില് ഇന്ന മണിക്കൂറിനുള്ളിൽ എത്ര പേഷ്യൻസ് വന്നു അല്ലെ, അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും അവയർനെസ് ചോദിച്ച് അറിയുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഫോമുകൾ പ്രസന്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഇഫ് എ പേഷ്യന്റ് ഹാസ് എ യൂണിറ്റ് കോഡ് record in the hospital and casualty medical officer want to inspect the medical record department should pass on the record to him. അപ്പൊ അവർക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത് റെഫർ ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. Then all diagnostic investigation reports of a casualty patient are affixed to the casualty form. ഈ കാഷ്വാലിറ്റി ഫോമിനോടൊപ്പം തന്നെ എന്തെങ്കിലും അല്ലെ ടെസ്റ്റിംഗ് കാര്യങ്ങളോ സ്കാനിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ടതാണ്. Then the report become part of a main patient file if a patient is referred as either an outpatient or inpatient. നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ആയാലും ഇൻപേഷ്യന്റ് ആണ് എങ്കിലും അവരുടെ റിപ്പോർട്ടിനോടൊപ്പം തന്നെയും ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതായത് നമുക്കറിയാം കാഷ്വാലിറ്റി എന്നുള്ള വിഭാഗത്തിൽ എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും കാഷ്വാലിറ്റിയിൽ വന്ന അഡ്മിഷൻ എടുത്തതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടുകയും വേണം. അതല്ല ഇൻപേഷ്യന്റ് ആയിട്ട് അല്ലെ, ഈ കേസ് ചിലപ്പോൾ ആണെങ്കിൽ അവര് ജസ്റ്റ് കാഷ്വാലിറ്റി വന്നിട്ട് കുറച്ച് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ ഒന്ന് പോകണമെന്ന് തോന്നാം അല്ലെ, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ കാഷ്വാലിറ്റിയും ഇവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവണം. ഇൻ കേസ് അവർ അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അഡ്മിഷൻ അല്ല ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്നു പോയാലും അവരുടേതായിട്ടുള്ള റെക്കോർഡ് ചാർട്ടിലും അവരുടേതായിട്ടുള്ള രേഖകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? അപ്പൊ ഓരോ ഇതിന്റെയും രീതികൾ മനസ്സിലാക്കി വെക്കുക. ഓരോന്നിനും അതിൻ്റെതായ റെക്കോർഡ് സൂക്ഷിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമ നിബന്ധനകളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അഡ്മിഷൻ ഓഫീസർ. അപ്പൊ ഇവിടെയും എന്തെങ്കിലും രീതിയിലൊക്കെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി കേസുകളിൽ ഇൻപേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും അവരുടെ റെക്കോർഡിനോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു
ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. എന്താണ് റെക്കോർഡുകളോടൊപ്പം സൂക്ഷിക്കേണ്ടതുണ്ട്. വേണ്ട കാണാതെ ഇന്ന് ബൈഹാർട്ടൊന്നും പഠിക്കേണ്ടതില്ല. പക്ഷെ മനസ്സിലാക്കി വെക്കുക. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ആയിട്ട് വരുമ്പോൾ കാഷ്വാലിറ്റിയിലും ഒരു ഫയൽ ഉണ്ടാവും, അതേപോലെ തന്നെ അവരുടെ ചാർട്ട് സെപ്പറേറ്റും ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ കാഷ്വാലിറ്റിയിൽ അവർ സൂക്ഷിച്ചു വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, കാഷ്വാലിറ്റിയിലുള്ള എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട് പെട്ടെന്ന് ഒരു വെരിഫിക്കേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് കാഷ്വാലിറ്റിയിൽ അന്നുള്ള പേഷ്യന്റിന്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിന്നും ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ അവർക്ക് അത് മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് ഇൻക്വയൻസ് ചിലപ്പോ ഒക്കെ എന്താണ് ഈ പറഞ്ഞ ഫ്രോഡുകളൊക്കെ ആണെങ്കിലും ചിലപ്പോ ആണെങ്കിലും എമർജൻസിക്ക് വന്ന് അവര് പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് പോളിസീസ് ഒന്നും ബൈഹാർട്ട് പഠിക്കണമെന്നില്ല. ഞാൻ മിക്കവാറും നോക്ക് ടെസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ആ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് അത് മനസ്സിലാക്കി പോവുക. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് മനസ്സിലാവുന്നുണ്ടാവാം അല്ലെ. ഇത് ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ. അതായത് കാഷ്വാലിറ്റിയിൽ പെട്ടെന്ന് ഒരു എമർജൻസി കാര്യങ്ങൾ വരുമ്പോൾ കാഷ്വാലിറ്റിയിൽ ജസ്റ്റ് നോക്കി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ അവർക്കൊരു ചാർട്ടർ അല്ലെ, അവരുടേതായിട്ടുള്ള ഒരു ചാർട്ടും ID കാർഡും എല്ലാം ഉണ്ടാവും. അപ്പൊ ഇൻ കേസ് അവർക്ക് വീണ്ടും ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ വീണ്ടും അല്ലെ മാസങ്ങൾക്ക് ശേഷം അവർ വരികയാണെങ്കിൽ നമുക്കറിയാം ആ ID കാർഡ് എടുത്തിട്ടായിരിക്കും അല്ലെ അവർ ആ OP നമ്പർ എടുത്ത് കൊടുത്തിട്ടായിരിക്കും വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ റെക്കോർഡ് അനുസരിച്ചിട്ടായിരിക്കും അവര് പിന്നീട് പരിശോധനകൾക്കൊക്കെ വിധേയമാക്കുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതും അവിടെ അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കേണ്ടതുണ്ടാവും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അഡ്മിഷൻ ഓഫീസർ. ഹോസ്പിറ്റൽ അഡ്മിഷൻ ഓഫീസിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. The admission officer will be in the working around the clock and is responsible for the admission of a patient, for maintenance of the bed occupancy border, and for the safekeeping of a patient's property if there is any absence of a patient's relatives. അഡ്മിഷൻ ഓഫീസിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്? ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് അല്ലെ, ഒരു മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലാ ഇതുകളും കുറിച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം അല്ലെ. അപ്പൊ അവിടെ നമുക്ക് അഡ്മിഷൻ ഓഫീസിലെ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? അത് 24 മണിക്കൂറും വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഓഫീസാണ് അഡ്മിഷൻ ഓഫീസർ. അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം അല്ലെ, റെസ്പോൺസിബിൾ അഡ്മിഷൻ ഓഫ് പേഷ്യൻസിനൊക്കെ അഡ്മിഷൻ ആയിട്ട് വരുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ദെൻ എന്തെങ്കിലും അല്ലെ മെയിൻ്റെനൻസ്, ബെഡിന്റെ ഒക്കെ മെയിൻ്റെനൻസ് ഒക്കെ എന്തെങ്കിലും കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ ആൻഡ് ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി ഇഫ് ദർ ഈസ് എനി ആബ്സെൻസ് ഓഫ് പേഷ്യൻസ് റിലേറ്റീവ്സ്. ഓക്കെ. ഇൻ കേസ് പേഷ്യന്റിനോടൊപ്പം തന്നെ റിലേറ്റീവ്സ് ഒന്നും വന്നില്ല എങ്കിൽ അഡ്മിഷൻ കൗണ്ടറിൽ തന്നെ അത് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെ. പേഷ്യന്റ് ഡോക്ടറെയൊക്കെ കണ്ട് അവർക്ക് ഒരു റൂമൊക്കെ കിട്ടുന്നവരേക്കും അവരുടേതായിട്ടുള്ള സാമഗ്രികളെല്ലാം തന്നെ സൂക്ഷിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഓഫീസാണ് അഡ്മിഷൻ ഓഫീസർ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. The ward manager in charge is liable for registering the case in the admission officer within 2 hours of the patient's admission on to the ward. അതായത് നമുക്കറിയാം ഇനി പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്നൊരു അഡ്മിഷന് വരികയാണ് അല്ലെ, വാർഡിലേക്ക് അഡ്മിഷനായിട്ട്. നമുക്കറിയാം എമർജൻസി കേസ് അല്ല, നമ്മളിങ്ങനെ സാധാരണ രീതിയിൽ അല്ലെ. അപ്പൊ വാർഡ് മാനേജറിന്റെ ഡിസ്കഷനുള്ള നോക്കിയിട്ടാണ് തീർച്ചയായിട്ടും അതിനുള്ള വേക്കൻസികൾ ഉണ്ടെങ്കിൽ അല്ലെ, ബെഡിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലാണ് വാർഡിൽ നമുക്ക് പോകാനായിട്ടുള്ള അഡ്മിഷൻ ഒക്കെ എടുക്കാനായിട്ടുള്ള സാധ്യത കിട്ടുക അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് വാർഡ് മാനേജർ അല്ലെ, നേരിട്ടുള്ള പ്രവേശനത്തിന് ബാധ്യസ്ഥനാണ്. അദ്ദേഹമാണ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ എന്താണ് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അഡ്മിഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം അനുകൂലമാണ് എങ്കിൽ പേഷ്യന്റ് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യണം. Then within 2 hours of the patient's admission on to the ward. അടുത്ത് പറയുന്നുണ്ട് 2 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ പ്രൊസീജിയേഴ്സ് അഡ്മിഷൻ രേഖപ്പെടുത്തണം എന്നുള്ളത് അല്ലെ. അഡ്മിഷനായിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവിടെ നിർത്തി പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ആ വാർഡ് മാനേജറിന്റെ കീഴിൽ തന്നെ 2 മണിക്കൂറിനുള്ളിൽ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ആ പേഷ്യന്റിന് അഡ്മിഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, ഡയറക്റ്റ് അഡ്മിഷൻ ഒക്കെ ആണോ?
അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് 2 മണി അല്ലെ 2 hours ഡയറക്റ്റ് അഡ്മിഷന് പേഷ്യന്റിന്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമുക്കറിയാം. അവിടെ അല്ലെ ബെഡും സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരാളെ വെക്കേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും മറ്റൊരാളെ കയറ്റുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം വന്ന് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവരുത്. തീർച്ചയായിട്ടും വാർഡ് മാനേജറിന്റെ വിത്ത് അല്ലെ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് തന്നെയായിരിക്കും പേഷ്യന്റിനെ ആ വാർഡിലേക്ക് കൊണ്ടുവരുന്നത്. പേഷ്യന്റ് പുറത്ത് വന്ന് ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. അവരെ ആ വാർഡിലേക്ക് അഡ്മിഷൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി ആരുടെയാണ്? ആരുടെ ഡ്യൂട്ടി ആയിരിക്കും അത്? വാർഡ് മാനേജർ അല്ലെ. വാർഡ് മാനേജർ അല്ലെങ്കിൽ വാർഡ് മാനേജർ ഇൻചാർജ് ഉള്ള പേഴ്സന്റെ ആയിരിക്കും ആ ഡ്യൂട്ടി. ഓക്കെ, അതാണ് ആ അവേഴ്സും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. നെക്സ്റ്റ് നോക്കേണ്ടത് അബ്സ്കോണ്ടഡ് പേഷ്യൻസ്. എന്താണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് എന്ന് പറയുന്നത്? ഒളിച്ചോടി പോകാൻ സാഹചര്യമുള്ള രോഗികളൊക്കെ ഉണ്ട് അല്ലെ. ഒളിച്ചോടി പോകാനുള്ള സാഹചര്യമുള്ള രോഗികളെ ചിലപ്പോഴൊക്കെ ഓക്കെ മിസ്സിംഗ് പേഴ്സൺസ് ഓക്കെ അങ്ങനെ ഉള്ള പേഴ്സൺസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒളിച്ചോടി പോകുന്ന രോഗികളാണെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇൻഫോർമേഷൻ അബൌട്ട് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് who ran away must be recorded in the patient's file with the details regarding the date and the time the patient was found to be missing from the ward. Okay, നമ്മള് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലെ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ, മിസ്സിംഗ് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്ന രോഗികളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള രോഗികളെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പൊ ഇതില് പ്രധാനമായിട്ടും ഇവിടെ ഇങ്ങനെയുള്ള മിസ്സിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ നമുക്കറിയാം. പ്രധാനമായിട്ടും അത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഏത് സമയത്താണ് രോഗി പോയിരിക്കുന്നത് അല്ലെ, മിസ്സിംഗ് ആയെന്നുള്ള അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണം. ഇൻഫോർമേഷൻ അല്ലെ, ഇൻഫോർമേഷൻ അബൌട്ട് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് who ran away must be recorded in a patient file with the details regarding the date and the time the patient was found to missing from the ward. ആ വാർഡിൽ നിന്ന് ഏത് ദിവസം ഏത് സമയത്ത് ആ പേഷ്യന്റ് പോയി അവരെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ അവിടെ റെക്കോർഡിൽ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണം. Then the treating physician must note and sign the record properly. Okay, അപ്പൊ ഫിസിഷ്യന്റെ നമുക്കറിയാം ഇന്ന പേഷ്യന്റിന്റെ ഇന്ന ഡോക്ടറുടെ പേഷ്യന്റ് ആണ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് അല്ലെ. അങ്ങനെയല്ലേ രോഗികളെ അറിയപ്പെടുന്നത്? ഇത് രാജു ഡോക്ടറിന്റെ പേഷ്യന്റ് ആണ്, ഇത് അബ്രഹാം ഡോക്ടർ അല്ലെ. അങ്ങനെ ഒരു പേഷ്യന്റിന്റെ നെയിം വെച്ചിട്ടാണ് പേഷ്യന്റിനെ അറിയുക അല്ലെ. സോറി, ഡോക്ടറിന്റെ നെയിം വെച്ചിട്ടാണ് അറിയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടറാണ് ഇതിൽ കൂടുതൽ അല്ലെ. അതുകൊണ്ട് തന്നെ ഡോക്ടർ മസ്റ്റ് ആയിട്ട് ഇത് നോട്ട് ചെയ്യണം. അദ്ദേഹത്തിന്റെ സൈൻ മസ്റ്റ് ആയിട്ട് തന്നെ റെക്കോർഡിൽ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണം. ദ മാറ്റർ ടു ബി കൺവേഡ് ടു ദ പോലീസ്, കൃത്യമായിട്ട് തന്നെ പോലീസിനെ അറിയിക്കുകയും വേണം. ഓക്കെ, ഇന്ന സമയത്ത് ഇന്ന രോഗി മിസ്സായിട്ടുണ്ട്, ഇന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് ആയിരുന്നു, ഇന്ന വാർഡിലായിരുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് സഹിതം പോലീസിനെ ഇൻഫോം ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ അബ്സ്കോണ്ടഡ് പേഷ്യൻസിനെ കുറിച്ച്? വീണ്ടും എന്താണ്, അപ്പൊ അവിടെ ഇങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ആരുടെ സൈൻ ആണ് അവിടെ മസ്റ്റ് ആയിട്ട് കീപ്പ് അല്ലെ സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. ആരുടെ സൈൻ ആണ്? മറ്റേ അല്ലെ ഡോക്ടറിന്റെ സൈൻ അല്ലെ, അദ്ദേഹത്തിനെ പരിശോധിക്കുന്ന ഡോക്ടറിന്റെ സൈനാണ് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പേഷ്യന്റിനോട് പറയും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇന്ന മെഡിസിൻ കഴിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ഓപ്പറേഷന് വിധേയമാകണം, 2 ദിവസം കൂടി കിടക്കണം എന്നൊക്കെ പറയും അല്ലെ. പലതരത്തിലുള്ള സജഷൻസ് പറയും. അപ്പൊ ഈ സജഷൻസ് എല്ലാവരും കേൾക്കണമെന്നില്ല. ചിലര് എന്താണ് അത് കേൾക്കാതെ തന്നെ അവരുടെ കാര്യം നോക്കി പോകും അല്ലെ. അപ്പൊ അതും എന്താണ് റെക്കോർഡിക്കലി അത് വേണം അല്ലെ. ഇൻ കേസ് അവരെങ്ങാനും ഡോക്ടറിന്റെ ഇത് കേൾക്കാതെ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അല്ലെ, നമുക്കറിയാം എന്ത് കാര്യങ്ങളാണെങ്കിലും റെക്കോർഡ് സൂക്ഷിക്കുന്ന ഒരു എവിഡൻസും കൂടി ആയിട്ടാണ് അല്ലെ പ്രധാനമായിട്ടും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിൽ അവരെന്താണ് റെക്കോർഡിംഗിൽ അത് രേഖപ്പെടുത്തണം. The patient who discharge themselves from a hospital against the advice of their treating physicians should be treated as a discharge. Okay, discharge. അപ്പൊ ഇൻ കേസ് നമുക്കറിയാം ഡിസ്ചാർജ് ചെയ്ത് പോകാം, എല്ലാ പേഷ്യൻസും ഡിസ്ചാർജ് ചെയ്ത് പോകണം. പക്ഷെ ചിലരെല്ലാം എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അല്ലെ, എതിരായിട്ടാണ് ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ അഡ്വൈസ് ഒന്നും കേൾക്കാതെ അതിനെതിരായിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് പോകണമെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ
അത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണം. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഷുവർ ദാറ്റ് സിഗ്നേച്ചർ ഓഫ് എ പേഷ്യന്റ് ഓർ ഹിസ് ഓർ ഹെർ നിയറസ്റ്റ് റിലേറ്റീവ്സ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ സ്പെസിഫൈഡ് ഫോം. ഓക്കെ, മസ്റ്റായിട്ടും അവരെ സിഗ്നേച്ചറോട് കൂടിയിട്ടായിരിക്കും. അതല്ലെങ്കിൽ നമുക്കറിയാം ഒരു പേഷ്യന്റിനെയൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ആയിരിക്കാം കൊണ്ടുപോകുന്നത്, ചിലപ്പോൾ അദ്ദേഹത്തിന് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അങ്ങനെയുള്ള കണ്ടീഷനിലും ചിലപ്പോൾ എന്താണ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ആണ് കൊണ്ടുപോകണമെങ്കിൽ അവര് നിന്ന് സൈൻ മേടിച്ചതിന് ശേഷം മാത്രമാണ് അല്ലെ സ്പെസിഫൈഡ് ഫോമിൽ കൃത്യമായിട്ടുള്ള ഇത്തരത്തില് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഫോമുകളിലെല്ലാം തന്നെ കൃത്യമായിട്ട് സൈനൊക്കെ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് അവരെ പറഞ്ഞേക്കാൻ പാടുള്ളൂ. കാരണം നമുക്കറിയാം ഇത് ഒരു എവിഡൻസ് ആയിട്ട് അവർക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിൽ എടുത്തു പറയുന്നത്. ഓക്കെയാണോ? ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമുക്ക് എല്ലായ്പ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ പെട്ടെന്ന് മിസ്സിംഗ് ആയി പോയ പേഷ്യൻസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ പെട്ടെന്ന് അഡ്വൈസ് ഒന്നും കേൾക്കാതെ റിജക്ട് ചെയ്ത് പോലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ഓക്കെ, ഇനി വീണ്ടും ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. ഓക്കെ, ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ രോഗിയെ കുറച്ച് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ചില സാഹചര്യങ്ങളിൽ അവർക്ക് എന്താണ് കുറെ കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ഇവര് പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ സമയത്തൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചിലപ്പോ ആണെങ്കിൽ അവർക്ക് ചെയ്യണമെന്നുണ്ടാവാം. അവരുടെ ആ ഒരു ടൈമിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസുകളെ കുറിച്ചിട്ടാണ്. Any patient who wants to make a statements before his death, such statements should be recorded in the patient's file in the presence of a magistrate. In the absence of a magistrate, the declaration can be recorded in the presence of 3 persons that include the treating physician, a nurse, and the hospital administrator or his representative. അതായത് ഇപ്പൊ രോഗി മരിക്കുകയാണെങ്കിൽ ചിലപ്പോ ആണെങ്കിൽ രോഗി കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ, ചിലപ്പോ മിക്കവാറും അവരുടെ സ്വത്ത് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ മക്കൾ നോക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെ പല കാര്യങ്ങളെ കുറിച്ചിട്ട് ചിലപ്പോ അവർക്ക് എന്തെങ്കിലും പ്രഖ്യാപിക്കണമെന്നുണ്ടാവാം. ഇപ്പൊ അവർ നമുക്കറിയാം ഇങ്ങനെ മസ്റ്റായിട്ട് നേരത്തെ കൂട്ടിയുണ്ടെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കേണ്ടത്. Such a statement should be recorded in the patient's file in the presence of a magistrate. അല്ലെ, പ്രസൻസിന്റെ അതായത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. In the absence of a magistrate, in case മജിസ്ട്രേറ്റ് ഇല്ല എങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം സൂക്ഷിക്കേണ്ടത് അല്ലെ, രേഖപ്പെടുത്തേണ്ടത് ആരുടെയൊക്കെ പ്രസൻസിലാണ്? അവിടെ 3 പേഴ്സണെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് ദ ട്രീറ്റിംഗ് ഫിസിഷ്യൻ, അവരെ പരിശോധിക്കുന്ന ഡോക്ടർ അല്ലെ, പിന്നെ അതോടൊപ്പം തന്നെ നഴ്സ് ആൻഡ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ്. ഓക്കെ, അതായത് മാനേജ്മെന്റ് തലത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധി, പിന്നെ അതേപോലെ തന്നെ നഴ്സും അദ്ദേഹത്തിനെ പരിശോധിക്കുന്ന ഫിസിഷ്യന്റെയും സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം രേഖകളൊക്കെ എഴുതി സൂക്ഷിച്ച് വെക്കേണ്ടത്. ഓക്കെ, ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് അവിടെ നോട്ട് ചെയ്യാം. ഇൻ കേസ് മജിസ്ട്രേറ്റിന്റെ അബ്സെൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതൊക്കെ ഉള്ള കാര്യം ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെയാണോ? ഓരോ കാര്യങ്ങളും ഓർത്ത് വയ്ക്കാം. എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചതില് ആക്സിഡന്റ് ആൻഡ് എമർജൻസി കേസിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവിടെ കാഷ്വാലിറ്റിയില് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അതേമാതിരി തന്നെ അവരോടൊപ്പം തന്നെ രോഗിയോടൊപ്പം തന്നെ പ്രത്യേക ചാർട്ടുകൾ അല്ലെ റെക്കോർഡുകൾ എടുക്കുന്ന കാര്യം. പിന്നെ അതേമാതിരി തന്നെ അഡ്മിഷൻ ഓഫീസിലാണെങ്കിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ അല്ലെ, ഇൻ കേസ് പേഷ്യന്റിന് റിലേറ്റീവ്സ് ഒന്നും ഇല്ലെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഓഫ് ദ ബെഡ് ഓക്യുപ്പൻസി കാര്യങ്ങളാണ് അവിടെ എടുത്ത് പറയുന്നത്. ഡയറക്റ്റ് അഡ്മിഷൻ ആണ് എങ്കിൽ നമ്മൾ പറഞ്ഞു ഇത്ര സമയത്തിനുള്ളിൽ അവർക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തു കൊടുക്കണം അല്ലെ, വിതിൻ 2 hours. പേഷ്യൻസ് ആണ് എങ്കിൽ അല്ലെ മിസ്സിംഗ് ആയ പേഷ്യൻസ് ആയതുകൊണ്ട് അവരുടെ ഡേറ്റും ടൈമും ഒക്കെ പ്രോപ്പർ ആയിട്ട് രേഖപ്പെടുത്തണം. അതേമാതിരി തന്നെ ഫിസിഷ്യൻസ് മസ്റ്റ് ആയിട്ട് അത് റെക്കോർഡുകളൊക്കെ പ്രോപ്പർലി വെരിഫൈ ചെയ്ത് കഴിയാൻ അല്ലെ അവരുടെ സിഗ്നേച്ചറൊക്കെ നോട്ട് ചെയ്യണം, പോലീസിലേക്ക് അറിയിക്കണം എന്നുള്ളത്. അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്ത് അവരുടെ നിന്ന് സിഗ്നേച്ചർ ഒക്കെ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് പറഞ്ഞു വിടാൻ പാടുള്ളൂ. ഡിക്ലറേഷൻ അവിടെ മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഇത്തരത്തിലുള്ള റെക്കോർഡ്സുകളെല്ലാം രൂപപ്പെടുത്തേണ്ടത്. ഇൻ കേസ് മജിസ്ട്രേറ്റ് ഇല്ല എങ്കിൽ 3 പേഴ്സൺസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫിസിഷ്യൻ,
നഴ്സ്, അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ, അദ്ദേഹം ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. Okay, completion of a medical records. The physician have to be complete the record before the discharge of the patient wherever possible. Okay, നമ്മൾ സാധാരണയായിട്ട് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഫിസിഷ്യൻ അവരുടേതായിട്ടുള്ള റെക്കോർഡ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതേമാതിരി otherwise they have to visit the medical record department continually to inspect all this discharge record for completion. Okay, so അവരെ കൃത്യമായിട്ട് തന്നെ വിസിറ്റ് ചെയ്ത് പോകുന്നില്ല എങ്കിൽ എന്താണ്, കൃത്യമായിട്ട് ലാസ്റ്റ് ടൈമിലെങ്കിലും അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിലെങ്കിലും എല്ലാ റെക്കോർഡ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പേഷ്യന്റ് റെക്കോർഡ് മസ്റ്റ് നോട്ട് ഹാവ് കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. ഒരിക്കലും 30 ദിവസത്തിൽ കൂടുതൽ അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല. എപ്പോഴും എന്തായാലും 30 ഡേയ്സിനുള്ളിലെങ്കിലും എന്താണ് മെഡിക്കൽ റെക്കോർഡ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ആ ഒരു ഡേയ്സും ഇമ്പോർട്ടന്റ് ആണ്. എത്ര ദിവസത്തിനുള്ളിലാണ് പേഷ്യന്റിന്റെ റെക്കോർഡുകളെല്ലാം ഇൻ കേസ് ഇൻകംപ്ലീറ്റ് ആണ് എങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ദിവസത്തിന്റെ ആ ഒരു കാലാവധി പറയുന്നത് 30 days ആണ്. പൂർണ്ണമായതെല്ലാം ഫിൽ ചെയ്ത് അവസാനിപ്പിക്കേണ്ടതാണ്. ഓക്കെ ആണോ? The next coding of records ആണ്, coding of medical records. ഓക്കെ, നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ് കോഡിംഗ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ ഒരു ഭാഷയാണ് അല്ലെ, എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. അന്തർദേശീയമായിട്ടുള്ള വർഗീയതയുടെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെ, ആ ഒരു ഈ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് all the patients records that include outpatient and inpatient cases how to be coded according to the latest international classification of diseases and operations. ഓക്കെ, അതായത് ഏത് രോഗമാണെങ്കിലും അതിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ദേശീയ അന്തർദേശീയമായ തലത്തിലുള്ള രീതിയിൽ തന്നെ ക്ലാസിഫൈ ചെയ്ത് ആ രോഗങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കോഡിംഗ് ഒക്കെയുണ്ട്. അതെല്ലാം തന്നെ ഇൻ പേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും അതെല്ലാം കൈകാര്യം ചെയ്തതാണ്. ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് പ്രൊസീജിയർ മെഡിക്കൽ സർവീസ് ആൻഡ് എക്യുപ്മെന്റ് ഇൻടു യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫബറ്റിക് കോഡ്. നമുക്കറിയാം എല്ലാ ഡയഗ്നോസിസ് ആണെങ്കിലും എന്തെങ്കിലും രോഗനിർണയമാണെങ്കിലും മറ്റു പ്രൊസീജിയേഴ്സ് ആണെങ്കിലും എല്ലാത്തിലും എന്താണ് മെഡിക്കൽ ആൽഫബറ്റിക് കോഡുകളുണ്ട് അല്ലെ. ആ കോഡ് അനുസരിച്ചിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് വെക്കേണ്ടതുണ്ട്. റെക്കോർഡിങ്ങില് ഇത്തരത്തിലെല്ലാം കോഡുകൾ അനുസരിച്ചിട്ട് തന്നെ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് മിസ്സിംഗ് റെക്കോർഡ്സ് ആണ്. ഇനി റെക്കോർഡ്സുകൾ എന്തെങ്കിലും മിസ്സായി പോയെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. Some percentage of files did not find in the specific place where they are assumed to be. Okay, നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് പ്ലേസിൽ അതിൻ്റെതായിട്ടുള്ള റെക്കോർഡുകൾ ഇല്ല എന്നുണ്ടായെങ്കിൽ അല്ലെ, മിസ്സാവാൻ സാധ്യത നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ പിന്നീട് വെരിഫിക്കേഷൻ ഒക്കെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും എവിടെയോ ചില റെക്കോർഡ്സ് ചില ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതോ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ടോ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയി പോയിട്ടുണ്ടെന്ന് വെക്കുക. അങ്ങനെ അത് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിൽ കാണാതെ വരുമ്പോൾ അത് മിസ്സിംഗ് ആവുന്നുണ്ട് അല്ലെ. ദിസ് കുഡ് ബി ഓവിങ് ടു നോൺ റിസീവിങ് നോട്ട് കീപ്പിംഗ് ഇൻ ദ പ്രോപ്പർ പ്ലേസ് ആൻഡ് റോങ്ലി ഫെയിലിംഗ്. ചിലപ്പോൾ വേണമെങ്കിൽ അത് ചിലപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാവില്ല അല്ലെ, കൈപ്പറ്റിയതിന്റെ ഉള്ളിൽ കയറ്റാത്തതായിരിക്കും. ചിലപ്പോൾ ആണെങ്കിൽ പ്രോപ്പർ പ്ലേസിൽ കീപ്പ് ചെയ്യാത്തതായിരിക്കും, വേറെ എവിടെയെങ്കിലും കൊണ്ടെന്ന് ചിലപ്പോൾ അത് സൂക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിലായിരിക്കും ഇങ്ങനെ ഒരു മിസ്സിംഗ് വന്നിരിക്കുന്നത്. ഇൻ സച്ച് സർക്കംസ്റ്റൻസസ് when a patient attends either for outpatient or inpatient services, it will be difficult to provide treatment without a patient record. Okay, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താ പ്രധാനമായിട്ടെന്ന് പറയുന്നത് either for outpatient or inpatient service. അവര് ചിലപ്പോൾ വേണമെങ്കിൽ ഇൻപേഷ്യന്റ് ആവാം, ഒരുപക്ഷെ ചിലപ്പോൾ അല്ലെങ്കിൽ വന്ന് ജസ്റ്റ് പോയ പേഷ്യന്റിന്റെ ആയിരിക്കാം ഇങ്ങനെ ഒരു മിസ്സിംഗ് വന്നിരിക്കുന്നത്. Anyway, it will be difficult to provide treatment without patient record. Anyway, ഏത്
തരത്തിലുള്ള പേഷ്യന്റ് ആണെങ്കിലും അവർക്ക് പിന്നീട് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മിസ്സിംഗ് റെക്കോർഡ് ആണെങ്കിൽ അവർക്ക് പിന്നീട് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ വരാം. അങ്ങനെ വരാൻ സാധ്യതയില്ലേ? ഉണ്ടാവോ? ഉണ്ടാവോ ഇല്ലേ? അവരെ റെക്കോർഡിങ് കംപ്ലീറ്റഡ് ആണ് അല്ലെ? അവരുടെ എന്തൊക്കെയോ ഒരു റെക്കോർഡിംഗ് ഒക്കെ മിസ്സിംഗ് ആയിട്ടുണ്ട് അല്ലെ? അങ്ങനെ വരാൻ സാധ്യതയുള്ളപ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? മെഡിക്കൽ റെക്കോർഡ് അതില് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുക മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ might be able to get back to them later, but at that stage the only opinion left for him to create a duplicate record with a similar number and with the all earlier ID data. Okay, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന് മാത്രം അപ്പൊ എന്തെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കൊടുക്കുകയാണ് പെർമിഷൻ. കാരണം അവിടെ എന്തോ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ പ്രോപ്പർ ആയിട്ടല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ അല്ലെ പലതരത്തിലുള്ള ഏതെങ്കിലും രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസിന്റെ രീതിയിൽ കാര്യങ്ങൾ ഓഫീസറിന് അത് കണ്ടെത്തി അവിടെ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പെർമിഷൻ ആർക്കാണ്? MRO. MRO എന്ന് പറയുന്നത് ആരാണ്? MRO എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. ഓക്കെ, MRO എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അദ്ദേഹത്തിന് ചിലപ്പോൾ വേണമെങ്കിൽ might be able to get back them later, but that stage the only opinion left for him to create duplicate record with a similar number and with the earlier ID data. അപ്പൊ ഇൻ കേസ് ചിലപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്താണ് ഒരെണ്ണം അല്ലെ അതിന്റെ യഥാർത്ഥം ഞാൻ പറഞ്ഞു ചിലപ്പോൾ വേണമെങ്കിൽ എവിടെയെങ്കിലും എന്താണ് കൃത്യമായിട്ടുള്ള പൊസിഷനിലായിരിക്കും അത് ചെയ്തിരിക്കുന്നത് അല്ലെ? അത് ക്ലിക്ക് ചെയ്തപ്പോ ചിലപ്പോൾ മാറിപ്പോയിട്ടൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ മറ്റുള്ളവരുടെ ഏതെങ്കിലും ഡാറ്റ വന്ന് കിടക്കുകയായിരിക്കും. ചിലപ്പോൾ ഈ ഡാറ്റ കറക്റ്റ് ആയിട്ട് മറ്റൊരു പേഴ്സണിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിനു ശേഷം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അതിന്റെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതായിട്ട് സംതിങ് മിസ്സിംഗ് ആണ് ചിലപ്പോ അങ്ങനെയല്ലേ? അവരുടെ ആ പെർമിഷനോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ് അവിടെ കൊടുക്കേണ്ടതുണ്ട്. Then duplicate record should be captured by the MRO without a filing and promptly should trace out the original records and combine all this form of a duplicate record into original record and then the record must be filled. Okay, നമ്മൾ അതിനുശേഷം അതിന്റെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ എല്ലാത്തിന്റെയൊക്കെ ചകഞ്ഞ് തിരുത്തി അല്ലെ കണ്ടെത്തി കഴിയുമ്പോൾ ഒറിജിനൽ ഡാറ്റ കിട്ടിക്കഴിയുമ്പോൾ എന്താണ് ആ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ അല്ലെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒറിജിനൽ ഡാറ്റ അവിടെ സ്വീകരിക്കാനായിട്ട് അല്ലെ അത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ചിലപ്പോണെങ്കിൽ റെക്കോർഡുകളെല്ലാം അല്ലെ നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ചിലപ്പോ മസ്റ്റായിട്ടും അതിന്റെ എല്ലാം ഫുൾഫിൽ ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം കംപ്ലീറ്റഡ് ആക്കി വിടേണ്ടത്. ചിലപ്പോ എന്തെങ്കിലും അല്ലെ അപകടവശങ്ങളൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ രണ്ട് പേഷ്യന്റിന്റെ മിക്സ് ആയിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അത് അതിനനുസരിച്ചിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ കണ്ടെത്തി അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഒറിജിനൽ കിട്ടി കഴിയുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്തത് നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, അതിനുള്ള അധികാരം ആർക്കാണുള്ളത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിനാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പിന്നെ ഫയൽ ചെയ്യാതെ അത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഫയലിന്റെ ഉള്ളില് മസ്റ്റ് കീപ്പ് ചെയ്യാനല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് ദ ഫയലിംഗ് ആൻഡ് പ്രോംപ്റ്റ്ലി ഷുഡ് ട്രേസ് ഔട്ട് ദ ഒറിജിനൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ച് സ്വരൂപിച്ച് അവിടെ സൂക്ഷിച്ച് വെക്കാം, പക്ഷെ അവിടെ ഫയൽ ചെയ്യാതെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് ഒറിജിനൽ അവിടെ കണ്ടെത്തിയതിന് ശേഷം ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുള്ളത് നമ്മൾ എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ അല്ലെങ്കിൽ കൂടി പെട്ടെന്ന് ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യകത വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ട് എവിഡൻസ് ആയിട്ട് കാണിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് നമ്മളെടുത്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? ഇതുവരെ എടുത്ത ഏതെങ്കിലും പോയിന്റ്
കോഡിങ്ങിനെ കുറിച്ചിട്ട് ഒരു നീണ്ട ഇതാണ്, അത് ഒരുപാട് പഠിക്കാനുണ്ട്. കോഡിംഗ് എന്ന് വെച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുക പ്രത്യേകിച്ചൊന്നുമില്ല. അതിന് എന്താണ് ശരിക്കും ലോകത്തിന്റെയും പ്രവർത്തനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തില് എന്താണ് ഏറ്റവും പുതിയ അന്തർദേശീയ വർഗീകരണങ്ങളുണ്ട് അല്ലെ. ലോകം എന്താ, ലോകത്തിന് അതിനനുസരിച്ചിട്ടുള്ള കോഡിംഗ് ഉണ്ട്, ഡീകോഡിംഗ് അല്ലെ, പലതരത്തിലുള്ള കോഡിംഗ് ഭാഷകളാണ് അത് ശരിക്കും. അത് രോഗനിർണയമാണെങ്കിലും എക്യുപ്മെന്റ്സിനാണെങ്കിലും പല ഭാഷകളാണ് അല്ലെ. അത് പെട്ടെന്ന് അവിടെ എന്താണ് ഹോസ്പിറ്റൽ ലാംഗ്വേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് ആ ഡോക്ടേഴ്സിന് അവിടെ പരിചരിക്കുന്ന വിവാഹക്കാർക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അവിടെ സ്പീഡിലി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഡിംഗ് ഒക്കെ അവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ കോഡിങ്ങോട് കൂടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ റെക്കോർഡിങ്ങിലും സൂക്ഷിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. പക്ഷെ കോഡിംഗ് എന്താണ്, റെക്കോർഡിംഗ് എന്താണെന്നൊക്കെ കുറെ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ അത് ഒരുപാട് പഠിക്കാനുണ്ട്. അത് ഓരോന്നിനെയും കുറിച്ചിട്ടല്ലേ, മെഡിക്കൽ ആൽഫബറ്റിക് ആയിട്ടുള്ള കോഴ്സുകളാണ് അത് പ്രൊസീജിയേഴ്സിനും കോഴ്സുകളുണ്ട്, എന്തെങ്കിലും രോഗനിർണയത്തിനും കോഴ്സുകളുണ്ട്, മെഡിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും എന്താണ് കോഡുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ അല്ലെ, അവരുടെ സ്പീഡിലി അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പക്ഷെ റെക്കോർഡിംഗിൽ സൂക്ഷിക്കുമ്പോൾ റെക്കോർഡിങ്ങുകളൊക്കെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി തന്നെ സൂക്ഷിക്കണം. ഇനി എന്തെങ്കിലും അടുത്ത ഭാഗത്തേക്ക് പോകാം. Patient having multiple records. Okay. Generally, each patient should have one record and one number due to improper system or a carelessness of a medical recorder. Then a record department staff or the patient may have more than one record. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡ് അല്ലെ, ഒരു റെക്കോർഡാണ് ശരിക്കും ഒരു പേഷ്യന്റിന്റെ ഒരു നമ്പറും ഒരു റെക്കോർഡാണ് വേണ്ടത് അല്ലെ. ജനറലി each patient should have one record and one number. Due to improper system or a carelessness of a medical recorder department staff, the patient may have more than one record. ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ വന്നിട്ടുണ്ടാവാൻ ചിലപ്പോ ഇവരുടെയൊക്കെ ഈ ഒരു സ്റ്റാഫിന്റെ ഒക്കെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. In that circumstances, it become compulsory to retain one record by cancelling others. Okay, ഒരു റെക്കോർഡ് മാത്രം നിലനിർത്തിയാൽ മതി, മറ്റു റെക്കോർഡ് മസ്റ്റായിട്ടും തന്നെ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. The suitable procedure are to retain a record as a priority, which is medical legal in nature. Second one, obstetric records. Thirdly, admitted record, and fourth priority is oldest record. The remaining records must be cancelled and given a cross-reference numbers and bring all documents that include the investigation in the retained record. Okay, അപ്പൊ നമ്മളൊക്കെ എന്തായാലും എന്താണ് റെഫറൻസ് നമ്പറുകളൊക്കെ കൃത്യമായിട്ട് തന്നെ പരിശോധിക്കുക അല്ലെ. ഇപ്പൊ ചിലപ്പോ വേണമെങ്കിൽ ഒരു പേഷ്യന്റിന് തന്നെ അവര് പലതരത്തില് എഴുതിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോ വേണമെങ്കിൽ അവര് അല്ലെ ഒബ്സ്റ്ററിക് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ശിശുവിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെ ജനന സമയത്തൊക്കെയാണ് അവരുടെ റെക്കോർഡുകൾ ഉണ്ടാവാം. ചിലപ്പോ ആണെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് എമർജൻസി കേസുകളിലായിട്ട് വന്നിട്ടുണ്ടാവാം. ചിലപ്പോ വേണമെങ്കിൽ സാധാരണ രീതിയിൽ ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിനെല്ലാം പ്രത്യേകം റെക്കോർഡ് എടുത്ത ആ പേഷ്യന്റ് തന്നെയാണ്, ആ പേഷ്യന്റ് പല നമ്പറിലാണ് റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്. അങ്ങനെ വരാൻ സാധ്യതയില്ലേ? ഉണ്ടാവോ? ഓക്കെ, അപ്പൊ എന്താണ് അവിടെ കൃത്യമായിട്ട് നമ്മൾ ഒരു റെക്കോർഡേ ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് അത് റെഫറൻസുകളെല്ലാം അറ്റാച്ച് ചെയ്യണം. എല്ലാത്തിന്റെയും കൂടി ഒരു പ്രധാനമായിട്ടും അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണോ അതിനനുസരിച്ചിട്ട് പ്രാധാന്യം കൊടുത്തിട്ട് അതനുസരിച്ചിട്ട് അറ്റാച്ച് ചെയ്യണം അല്ലെ. The suitable procedure are to retain a record as a priority which is a medical legal in nature. നമ്മൾ പറഞ്ഞ മെഡിക്കൽ ലീഗൽ നേച്ചറിന്റെ അടിസ്ഥാനത്തിലുള്ള കേസുകളാണ് എങ്കിൽ അല്ലെ, മെഡിക്കൽ ലീഗൽ കേസുകളിൽ
നമ്മള് എത്തിക്കൽ ഇതിലൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അങ്ങനത്തെ രീതിയിലുള്ള നേച്ചറുള്ള കേസുകളാണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. സെക്കൻഡ് വൺ ഒബ്സ്റ്ററിക് റെക്കോർഡ്സ്, അതായത് ജനനവുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടേതായിട്ടുള്ള പ്രസവ ഡെലിവറി അല്ലെ ആ ടൈമുകളിലൊക്കെ ആയിട്ടുള്ള റെക്കോർഡ്സിന് പ്രാധാന്യം കൊടുക്കുക. തേർഡ്ലി അഡ്മിറ്റഡ് റെക്കോർഡ് ആൻഡ് ഫോർത്തിലി പ്രയോറിറ്റി ടു ഓൾഡസ്റ്റ് റെക്കോർഡ്. ഓക്കെ, അതനുസരിച്ചിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് റെക്കോർഡുകൾ അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കുക. The remaining records must be cancelled and given across reference number and bring all documents that include the investigation into the retained record. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് അതിനനുസരിച്ചിട്ടുള്ള റെഫറൻസ് നമ്പറുകളൊക്കെ കൊടുത്ത് ഒരു റെക്കോർഡാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ, എന്താന്ന് മനസ്സിലായോ? കാരണം എല്ലാത്തിനും ഇൻവെസ്റ്റിഗേഷനൊക്കെ നമ്മൾ ഒരു പേഷ്യന്റ് ഒരു റെക്കോർഡ് വെച്ചിട്ട് നമ്മൾ അന്വേഷണം നടത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലേ? അതായിരിക്കില്ലേ നല്ലത്? ആണോ? അതായിരിക്കില്ലേ നല്ലത് ഏതൊരു പേഷ്യന്റും അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് മറ്റൊരു എല്ലാം കൂടി അറ്റാച്ച് ചെയ്ത് ഒരു റെക്കോർഡാക്കി തിരിക്കാന്ന് പറയുന്നത്. മറ്റുള്ളതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെ ഇത്തരം കേസുകളായതുകൊണ്ട് മെഡിക്കൽ ലീഗൽ കേസുകളൊക്കെയാണ് അല്ലെങ്കിൽ നമുക്കറിയാം അതിന് ഇച്ചിരി കൂടി പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ റെക്കോർഡ് ചിലപ്പോൾ ആണെങ്കിൽ പരിശോധിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പ്രയോറിറ്റി അതിന് കൊടുക്കണം. അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കണം. മറ്റെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. വീണ്ടും സപ്ലൈ ഓഫ് റെക്കോർഡ്സ്. ഓക്കെ, ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സപ്ലൈ ഓഫ് റെക്കോർഡ്സ് ആണ് അടുത്തതിൽ വരുന്നത്. അതുകൂടി എടുക്കാലോ? ഓക്കെയാണോ? ഓക്കെ, സപ്ലൈ ഓഫ് റെക്കോർഡ്സിൽ എന്താ നോക്കാം. It is the responsibility of the medical record department to supply of medical records to authorized persons. ഓക്കെ, നമുക്കറിയാം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമാണ് സപ്ലൈ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത് അല്ലെ. എല്ലാവർക്കും ഇങ്ങനെ മെഡിക്കൽ റെക്കോർഡ്സുകളൊന്നും കൊണ്ടുപോകാനായിട്ടുള്ള അധികാരങ്ങളൊന്നുമില്ല അല്ലെ. കൃത്യമായിട്ട് തന്നെ പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റെക്കോർഡുകൾ ആവശ്യം നോക്കാം. അതേമാതിരി തന്നെ മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം. Then administrative, that includes investigation and financial കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ റെക്കോർഡ്സ് സംബന്ധമായ ഡീറ്റെയിൽസുകളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഷുറൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ആണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ പരിശോധിക്കേണ്ടി വന്നേക്കാം. Then clinical meetings അല്ലെ, എന്തെങ്കിലും ക്ലിനിക്കൽ ആയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ എടുത്ത് ചിലപ്പോൾ ചില രോഗികൾ ഇപ്പൊ കൊറോണയൊക്കെയുള്ള സീസൺ ഒക്കെ ആണെങ്കിൽ അല്ലെ ആ ടൈമുകളിലൊക്കെ ചിലപ്പോൾ ആ റെക്കോർഡ് അല്ലെ ആ പേഷ്യന്റിനെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഏതൊക്കെ പേഷ്യന്റിനാണോ അങ്ങനത്തെ സ്പെഷ്യൽ ഡിസീസസുകൾ സംഭവിച്ചത് അവരുടെ റെക്കോർഡൊക്കെ പരിശോധിക്കേണ്ടി വന്നേക്കാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മീറ്റിംഗ്സിനൊക്കെ എന്തെങ്കിലും രേഖകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എവിഡൻസുകളൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള റെക്കോർഡ്സുകളൊക്കെ വിതരണം ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. In the case of a medical education and research, the records should not be sent out of the medical record department. അവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് അല്ലെ അവിടെ ഗവേഷണ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പരീക്ഷണ കാര്യങ്ങൾക്കൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവര് മെഡിക്കൽ റെക്കോർഡ്സ് കൊണ്ടുപോയി ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അല്ലാത്ത ഇത്തരത്തിലുള്ള കേസുകൾ ആ രോഗിയെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാനോ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ പരിശോധിക്കാം. അതിന് വേണ്ടിയിട്ട് വിതരണം ചെയ്യാം. അല്ലാതെ ഗവേഷണ പരീക്ഷണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ ഈ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സ് എപ്പോഴും സൂക്ഷിച്ചു വെക്കണം അല്ലെ. ഇൻ കേസ് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആ ഐഡി അനുസരിച്ചിട്ടുള്ള റെക്കോർഡുകളൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് അതെപ്പോഴും എല്ലാവർക്കും മിസ്യൂസ് ചെയ്യാനായിട്ടൊന്നും പാടുള്ളതല്ല. ഓക്കെയാണോ?
ഓക്കെ സമയമുണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടി എടുക്കാലോ. അടുത്ത ഒരു ഭാഗത്തേക്ക് നോക്കാം. മെഡിക്കൽ ലീഗൽ കേസ് രജിസ്ട്രേഷനെ കുറിച്ചിട്ട് നോക്കാം. There should be a central medical legal registration register retained in the accident and emergency department under the control of a chief medical officer. Okay, CMO പറയുന്ന ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോള് തന്നെയാണ് എമർജൻസി വിഭാഗം, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തില് മെഡിക്കൽ ലീഗൽ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതായത് അവിടുത്തെ മെഡിക്കൽ ഓഫീസറിന്റെ അല്ലെ മെഡിക്കൽ ലീഗൽ കേസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൺട്രോളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. എന്താ പറയുന്നത്, ഓൾ മെഡിക്കൽ ലീഗൽ കേസസ് ആർ അഡ്മിറ്റഡ് ഫ്രോം കാഷ്വാലിറ്റി, outpatient and inpatient service must be registered in the central medical legal register. Okay, കേന്ദ്രത്തിന്റെ സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്ററിൽ ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസുകളോ അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് കാഷ്വാലിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയാലും ഇൻപേഷ്യന്റ് ആയാലും മെഡിക്കൽ ലീഗൽ കേസുകളായിട്ടുള്ള ഇതിലാണ് എങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യണം. Then a medical legal stamp has to be fixed on each registered case to make sure that the case has been registered. Okay, അവിടെ സ്റ്റാമ്പ് പതിപ്പിച്ചത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. The completed central medical legal register has to be kept under the custody of a MRO, അതായത് മെഡിക്കൽ അവിടുത്തെ ഓഫീസർ, അവിടെ ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ ആയതുകൊണ്ട് തന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അത് കീപ്പ് ചെയ്യണം അല്ലെ. മെഡിക്കൽ റെക്കോർഡ് ഓഫീസിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കാം. ഒരിക്കലും അവിടെ ഇവിടെയൊന്നും സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. കാരണം മെഡിക്കൽ ലീഗൽ കേസുകളാണ്. മെഡിക്കൽ ലീഗൽ കേസുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ. മെഡിക്കൽ ലീഗൽ കേസുകളൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഇല്ല, ഓർമ്മയുണ്ട്. ഓക്കെ, all medical legal cases which are registered in the hospital should be intimated to the police or the hospital administrator to make sure that the medical legal case record are complete. കാരണം ഇതെന്നൊക്കെ പറയുമ്പോൾ മെഡിക്കൽ ലീഗൽ കേസുകൾ ആയതുകൊണ്ട് നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷൻ അവിടുന്ന് പുറത്തുനിന്നൊക്കെ അന്വേഷണം, പോലീസിന്റെ ഒക്കെ അന്വേഷണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം തന്നെ സൂക്ഷിച്ചു വെക്കുന്നത്. അവിടെ കൺട്രോളർ നമ്മൾ പറഞ്ഞു, അവിടുത്തെ കൺട്രോളർ ആരാന്ന് പറയുന്നത്? അവിടുത്തെ കൺട്രോളർ ആരാണ്? CMO അല്ലെ, ചീഫ് മെഡിക്കൽ ഓഫീസർ. പിന്നെ എവിടെയാണ് ഈ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസിൽ അല്ലെ. അവിടെ കസ്റ്റഡി ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസിൽ അല്ലെ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ആ ഒരു തലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മെഡിക്കൽ റെക്കോർഡ് ഓഫീസിൽ തന്നെ അത് CMOന്റെ ഒക്കെ മെഡിക്കൽ റെക്കോർഡ് ഓഫീസിൽ തന്നെ അത് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ട് സ്റ്റാമ്പ് ഫിക്സ് ചെയ്തിട്ട് അതൊക്കെ രജിസ്റ്റർ ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം അല്ലെ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നുണ്ട് ഓൾ medical legal cases which are registered in the hospital should be intimated to the police or the hospital administrator to make sure that the medical legal cases are recorded are completed. അവിടെ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ സാന്നിധ്യത്തിൽ തന്നെ പോലീസിനൊക്കെ ഇൻഫോം ചെയ്യണം. അത് മാത്രമല്ല റെക്കോർഡുകളെല്ലാം കംപ്ലീറ്റ് ആണെന്നും ഉറപ്പ് വരുത്തുകയും ചെയ്യണം അല്ലെ. This have to be kept under safe custody of a responsible officer in the medical record department. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസിൽ ഇതെല്ലാം സേഫ് ആണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ആവശ്യമാണ് അല്ലെ. മെഡിക്കൽ റെക്കോർഡ് നമുക്കറിയാം ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോൾ ഇതെല്ലാം തന്നെ മെഡിക്കൽ ഓഫീസിലെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിന്റെ മെഡിക്കൽ ഓഫീസിൽ തന്നെ ഇതെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ആവശ്യമാണ്. കാരണം നമുക്കറിയാം ഇതൊരു ലീഗൽ കേസുകളായിട്ട് ഇഷ്യൂകൾ വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അല്ലെ. നമുക്കറിയാം പലതരത്തിലുള്ള ആക്സിഡന്റ് കേസുകൾ അല്ലെ. മെഡിക്കൽ ലീഗൽ കേസുകളൊക്കെ മറന്നുപോയോ? അതായത് റെയിൽവേ ആക്സിഡന്റ്, മറ്റേ എന്തെങ്കിലും അല്ലെ സൂയിസൈഡ് കേസുകളാണെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും പലതരത്തിലും അല്ലെ ബേണിംഗ് കാര്യങ്ങൾ ഇത്രയും ഭാഗം ഇഞ്ചുറീസുകളൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കത്തി അല്ലെ തീ പടർന്ന് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കേസുകളെ കുറിച്ചിട്ട് അല്ലെ നമ്മൾ കണ്ടായിരുന്നു.
എന്തെങ്കിലും വയറ്റ് അല്ലെ എന്തെങ്കിലും കടിച്ച് മൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടുള്ള കേസുകളാണെങ്കിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസുകളായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇനീഷ്യേറ്റീവായിട്ട് തന്നെ എടുക്കണം. മുൻകൈ എടുക്കുന്ന ഓഫീസറുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കണം അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അതിന്റെ ലീഗൽ നടപടികളെല്ലാം കൃത്യമായിട്ട് തന്നെ രേഖകളൊക്കെ സൂക്ഷിക്കണം. ഒപ്പം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നത് ഇൻഫോം ചെയ്യണം. ചെയ്യണോ? എല്ലാം കൂടി മാരി വലിച്ച് എടുക്കുന്നില്ല. കുറച്ചും കൂടി എന്തായാലും 3-4 മിനിറ്റും കൂടി ഉണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. കുഞ്ഞു പോയിന്റ്സുകളാ. ഓരോ ഘട്ടം നിങ്ങൾ ആലോചിച്ചാൽ മതി. മൈൻഡിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഇന്ത്യന്റെ കേസുമായിട്ട് പോകുമ്പോ പല പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് പോയി ഓരോ ചീറ്റുകൾ എടുക്കുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെ. അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ലീഗൽ കേസുകളാണെങ്കിൽ അതിന് നടപടികളുണ്ട്. ആക്സിഡന്റ് കേസുകൾക്ക് അതുണ്ട് അല്ലെ. കേസ് മിസ്സിംഗ് കേസുകളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകള്. ഹോസ്പിറ്റലിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പോയെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ. മരണമടയുമ്പോൾ അല്ലെ അതിനു മുമ്പ് എന്തെങ്കിലും ഡിക്ലറേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങള്. ഹോസ്പിറ്റലിന്റെ ലാംഗ്വേജ് ആയിട്ടുള്ള കോഡിംഗ്, മെഡിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങള്. ഇൻ കേസ് മിസ്സിംഗ് അല്ലെങ്കിൽ പലതരത്തിലും എന്താണ് മിസ്സായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കൂടിക്കലർന്നൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യേകതകള്. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? Referral of patient. ഓക്കെ, റെഫറൽ ഓഫ് പേഷ്യന്റില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് 3 കോപ്പി ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കറിയാം ഏതെങ്കിലും ആരോഗ്യ പരിപാലന കേന്ദ്രത്തിൽ നിന്നായിരിക്കും നമ്മള് തീർച്ചയായിട്ടും എന്തെങ്കിലും ഫെസിലിറ്റികളോ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുക. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ ആരോഗ്യ പരിപാലന കേന്ദ്രത്തിലെ ഒരു ഇതിന്റെ ഇതായിട്ടുള്ള ഒരു കോപ്പി സൂക്ഷിച്ചും അതിനുശേഷം എന്താണ് പേഷ്യന്റിനോടൊപ്പം തന്നെ 2 കോപ്പീസ് കൊടുത്തു വിടും. തീർച്ചയായിട്ടും ആ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ശേഷം എന്താണ് ഈ റെഫർ ചെയ്ത ഹോസ്പിറ്റലിലേക്ക് ഒരു കോപ്പി അല്ലെ. സെക്കൻഡ് പോയിന്റിൽ എടുത്ത് പറയുന്നത് ഫസ്റ്റ് കോപ്പി ഷുഡ് ബി പാസ്ഡ് ഓൺ ദ ഹെൽത്ത് സെന്റർ ഓർ എ ഹോസ്പിറ്റൽ ആസ് എ ഫീഡ്ബാക്ക് ഇൻഫോർമേഷൻ അല്ലെ. അവിടെ സെക്കൻഡ് കോപ്പി ഷുഡ് ബി റിറ്റെയിൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അവിടെ ഫസ്റ്റ് കോപ്പി അതായത് ആ ഹെൽത്ത് സെന്ററിലേക്ക് തിരിച്ചേക്കുകയാണ് അല്ലെ. ഫീഡ്ബാക്കുകളൊക്കെ ചെയ്തതിനു ശേഷം ഇങ്ങനെ രോഗങ്ങളൊക്കെ മാറി അദ്ദേഹം ഓക്കെയാണ് എന്നുള്ളതിന്റെ ആ ഒരു ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഫീഡ്ബാക്കുകൾ അയക്കുന്നു. ദെൻ നിലവിലുള്ള സെക്കൻഡ് കോപ്പി മസ്റ്റ് ആയിട്ടും ആ പുതിയ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? ഇനി വേറെ എന്തെങ്കിലും? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈമിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.